അയ്യോ രാഘട്ടാ എന്തിനാന്ന് ഇതല്ലോ മധുരമില്ല സാധനം. എടാ കുറച്ച് സാധനങ്ങൾ എഴുതിക്കോ. പഴം, ഉള്ളി, കിഴങ്ങ്. എത്ര എടുക്കണ്ടേ? എല്ലാം ഓരോ കിലോ വെച്ചെടുത്തു. എന്താണ് എന്ത് പറ്റി? അതെ, ഈ എക്കിളൊക്കെ സൂക്ഷിക്കണട്ടാ. എന്നാലും നമ്മുടെ ആ കുന്നത്തെ വേലായുധന ആശുപത്രിക്ക് ഇതേപോലെ എക്കിള് വന്നിട്ട് കൊണ്ടുപോകുമ്പോ ആശുപത്രിയിലേക്ക് എത്തിയില്ല, വഴിയിൽ വെച്ച് മരിച്ചു ആള്. ആ ബുദ്ധിമുട്ടുണ്ടാ? പോണ ആശുപത്രി പോണ? അപ്പഴേ ഇതൊന്നും തിന്നണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കാണുന്നില്ലേ? കൊഴപ്പുണ്ടൊക്കെ പോവാട്ടാ. പോണാ പോണേ പോ. പോണോ? ഇതിൽ പോവാൻ വയ്ക്കോ? അത് ഓട്ടോ വിളിക്കണ? വേണ്ട വേണ്ട, പിടിച്ചേ. അവിടെ കുഴപ്പമില്ല. ഈ മന്മഥൻ സാറ് കഴിഞ്ഞ തവണ വേണ്ട രീതിയിലൊക്കെ നമ്മൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, അതിന് കൃത്യമായിട്ട് കാരണമുണ്ട്. സുഗതൻ കംപ്ലീറ്റ് അച്ചീവ് ചെയ്ത് പറഞ്ഞ അയാളുടെ ടാർഗറ്റ് ഒക്കെ. അതെങ്ങനെ അച്ചീവ് ചെയ്തെന്ന് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്താൽ മതി, വരുന്ന വണ്ടികളൊക്കെ ഷൂട്ട് ചെയ്യാ. അത് മതി, കൈ കാണിക്കണ്ട. ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഓക്കെ സാറേ. കേട്ടോ? ശരി ശരി. ഇതൊക്കെ ഷൂട്ട് ചെയ്തോട്ടോ, ഷൂട്ട് ചെയ്തേ കേട്ടോ. അതെ വരുന്നു, ഓരോരോ വരുന്നുണ്ട്. ഷൂട്ട് ചെയ്താ മതി. പേപ്പറെല്ലാം ഉണ്ട്. അവിടെ എന്ത് ചെയ്യണം? പേപ്പറെല്ലാം ഉണ്ട്. കഴിഞ്ഞിട്ടില്ല, നമുക്ക് പോവാനാ. ഇല്ല കുഴപ്പമില്ല, നമുക്ക് പോവാം. കൈ കാണിച്ചില്ല, ഇല്ല രക്ഷപ്പെട്ട്. സാറേ, സാറേ ഇതൊന്നും നോക്കൂ സാറേ. എനിക്ക് 20,000 രൂപയാണ് ഫൈൻ എഴുതിയിട്ടുള്ളത്. എന്റെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. നിങ്ങള് സത്യശീലല്ലേ? കൈ കാണിച്ചിട്ട് വണ്ടി എടുത്താൽ പോയല്ലേ? കൈ കാണിച്ചല്ലേ സാറേ? കാണിച്ചില്ല. പിഴ അടയ്ക്കണം കേട്ടോ, 20,000 അടയ്ക്കണം സാറേ. ആ ലൈസൻസ് കട്ടാവുകയും ചെയ്യും കേട്ടോ. സാറേ അങ്ങനെ പറയരുത് സാറേ. ഞാൻ ഈ രാഘവേട്ടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പൊ ആ സമയത്ത് സാറുമാര് നിൽക്കണ കണ്ടു, പക്ഷെ കൈ കാണിച്ചില്ല. കൈ കാണിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ നിർത്തുമല്ലോ. അപ്പൊ അന്ന് ഇനി ഇവിടെ തർക്കിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആ പിഴ അടയ്ക്കുക, ആ ലൈസൻസ് കട്ടാവും. ഒരു 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാം. അതായത് ഇത് അടച്ചാൽ, ഇല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സാറേ അത്രയും പൈസ ഒന്നും എന്റെ കയ്യിൽ അടയ്ക്കാനുണ്ടാവില്ല. അടയ്ക്കും. ഞാനൊരു സാധാരണ പണിക്കാരനാണ് സാറേ. എത്ര ദിവസം പണിക്ക് പോയി കഴിഞ്ഞാലാണ് എനിക്ക് അത് അടയ്ക്കാൻ പറ്റുക? നിങ്ങൾ ഈ പരാധീനത ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അല്ല. പിന്നെ മാത്രല്ല സാറേ, ഞങ്ങൾ രണ്ടുപേരും ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. പേപ്പേഴ്സ് എല്ലാം റെഡിയാണ് ഞങ്ങളുടെ കയ്യിൽ. ഇതൊക്കെ റെഡിയാണെങ്കിൽ പിന്നെ എന്തിനാ നിർത്താണ്ട പോയത്? സാറേ നിർത്താൻ കൈ കാണിക്കണ്ടേ? കൈ നിർത്താൻ പറഞ്ഞില്ല. അല്ല നിങ്ങള് കൈ കാണിച്ച് നിർത്താത്തതിന്റെ ആണ് ഇപ്പൊ ഈ ഇത് വന്നിട്ടുള്ളത്. സാറേ അങ്ങനെയാണെങ്കിൽ ആ 20,000 എന്നുള്ളത് ഒന്ന് കുറച്ച് തരാൻ പറ്റും സാർ? എന്താ നിങ്ങൾ ഈ പലചരക്ക് കച്ചവടത്തിന് വന്നിട്ട് വില കുറച്ച് ചോദിക്കണത്? ഇത് നിയമല്ലേ? പൈസ ഇല്ലാണ്ടാണ്. ഞങ്ങൾ എന്ത് ചെയ്യാ? അതിന് ഓരോന്നിനും ഓരോ നിയമത്തിനും ഓരോ ചാർജ് ഉണ്ട്. ഇത് എൻട്രി ചെയ്ത് കഴിഞ്ഞ് ഇനി മാറ്റാൻ പറ്റില്ല. അത് കെട്ടിക്കോളും. ഇല്ലെങ്കിൽ പിന്നെ എന്താ വിധി വരാമെന്നും പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അത് കെട്ടിയിട്ട് പോവാൻ നോക്ക്. സാറേ അല്ല, നിങ്ങളിപ്പോ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന്? സ്കൂട്ടറിലല്ല, സ്കൂട്ടറിൽ നമ്മൾ അങ്ങോട്ട് പോയതല്ലേ. ഇങ്ങോട്ട് നടന്നിട്ടാണ് സാറേ വന്നത്. ലൈസൻസ് ഇല്ലാതെ അങ്ങോട്ട് വണ്ടി പിടിച്ചു പിന്നെ അതിന് വേറെ ഫൈൻ അടക്കേണ്ടി വരും. സാറേ സത്യത്തിൽ അവര് വണ്ടിയിൽ വരുമ്പോ നിങ്ങൾ കൈ കാണിച്ചിരുന്ന? ഇല്ല. എനിക്ക് തോന്നിയത് സാറിപ്പോ ഈ 10,400 അങ്ങനെ എത്തിക്കേണ്ടതെന്ന് പറയണ്ട. അതിപ്പോ എങ്ങനെയാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിതൊന്നും ഇതുവരെ ചെയ്തിരുന്നില്ല. ആളുകൾ പ്രബുദ്ധരായിട്ടുള്ള ആളുകളായി മാറിക്കഴിഞ്ഞു 99%. പക്ഷെ നിയമം കിടക്കുന്നത് ഇപ്പോഴും പഴയ ആ ടാർഗറ്റ് എത്തിക്കണം എന്നുള്ള രീതിയിലാ. ഇത് എവിടുന്ന് എത്തിക്കും?
ആളുകൾ എന്തെങ്കിലും തെറ്റിയതല്ലേ സാറേ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുള്ളൂ. അതല്ല എല്ലായിടത്തും ഈ ക്യാമറ ഒക്കെ വെച്ചോണ്ടേ ഹെൽമെറ്റ് വെച്ചിട്ട് പേപ്പറൊക്കെ റെഡി ആയിട്ടാ പോകണം. നമ്മുടെ ഇപ്പൊ ആവശ്യം എന്താണെന്നറിയോ? ഈ ശമ്പളം മേടിക്കണമെങ്കിൽ ഈ ടാർഗറ്റ് എത്തിക്കണം എന്നുള്ളതാ. ഇപ്പൊ അതിലാ നമ്മൾ ഉരുങ്ങി കിടക്കണേ. നമുക്കും ജീവിക്കണ്ടേ? അപ്പൊ ജനങ്ങളുടെ വിഷമം നമ്മൾ ഇനി നോക്കിയിട്ട് കാര്യമില്ല. പറ്റണ പോലെ അങ്ങോട്ട് ചെയ്യാം. അതന്നെ. അതെ, KKPP ജില്ലാ സമ്മേളനം ശക്തിപ്പെടുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ചുമതലയാണത്. കഴിഞ്ഞ വർഷം മോശമായി പിന്നെ ആളില്ലാന്നാ മണ്ടത്തരം പറയലോ. അതിനാണല്ലോ അതിഥി തൊഴിലാളികള്. പൈസ കൊടുത്താൽ മതി, നന്നായിട്ട് യാത വിളിക്കും. എന്നോട് സത്യം പറയാറ് ഞാനൊരു അതിഥി തൊഴിലാളിയാണ്. എന്റെ അച്ഛനും അമ്മയും അതിഥികളാ. അന്ന് ഇപ്പൊ പുറത്താരോടും പറയാൻ നിൽക്കണ്ട. ആ, നമ്മളെ ജില്ലാ സമ്മേളനം ഇത്തവണ എന്റെ സ്വപ്നാണ്. തകർക്കണം, ഞെട്ടണം, ഗംഭീരാക്കണം. ഇപ്പൊ ഞാൻ ഒന്നും വിളിക്കാൻ നിൽക്കില്ല. ശരി, കട്ട് ചെയ്തോ. നമസ്കാരം. അതെ, എന്താ ഒന്നും പറഞ്ഞില്ല നേതാ. ഇത്തരം കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ്? അല്ല നേതാവേ, ഇതിപ്പോ 20,000 ഉറുപ്പിയാണ് അവര് ഫൈനിട്ട് തന്നിട്ടുള്ളത്. അവര് വണ്ടിക്ക് കൈ കാണിച്ചു എന്നിട്ട് ഞങ്ങൾ നിർത്താതെ പോയിന്നാ പറയണേ. അവര് കൈ കാണിച്ചിട്ടില്ല. മാത്രല്ല ഈ 20,000 ഉറുപ്പ്യ ഫൈനും പിന്നെ എന്റെ ലൈസൻസ് അവര് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്? റോഡ് അപകടം കൂടുന്ന സമയം എത്ര അപകടങ്ങളാണ്. അതുകൊണ്ടാണ് വാഹന പരിശോധന കർശനാക്കുന്നത്. ഞാൻ രാഘവേട്ടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാറുന്നു വയ്യാതായിട്ട്. എന്താ ഇനിയാക്ക്? എനിക്ക് ഒരു എക്കള വന്നു, ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ പോലെ ആയി എക്കള വന്ന്. അന്നേരം ഈ സത്യനാടി ഉണ്ടായിന്. അയാൾ വേഗം എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മൊത്തത്തിൽ പ്രശ്നം ഉണ്ടായിട്ടാ വെറുതെ ഇയാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട്. അതിനില്ല ഫൈനായതിപ്പം. പോണ്ട വല്ല ആവശ്യം ഉണ്ടായിനോ? സത്യനൊരു കാര്യം ചെയ്യും, ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്ക്. അല്ല നേതാവ് എങ്ങനെയാലും ഒന്ന് വിളിച്ചു പറയുന്നെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒന്ന് കുറയ്ക്കൂലേ? പറയുന്നതിന് ഒരു ഉളുപ്പൊന്നുമില്ല അല്ലേ? ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ സത്യ? ആയിക്കോട്ടെ. ഞാൻ നോക്കാം. നമ്മൾ നിയമങ്ങളൊക്കെ കർശനല്ലേ, അത് പരിപാലിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ചുമതലയല്ലേ സത്യ? അതെ അല്ലേ രാഘോട്ടാ? അല്ലേ? പക്ഷെ ഇത് കുറച്ച് അക്രമായി പോയി, അത് പറയാണ്. പരാതി കൊടുത്താൽ മതി, അപ്പം വരുമല്ലോ. ആയിക്കോട്ടെ. ഞാനിവിടെ ഉണ്ടല്ലോ. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ അറിയില്ല. എന്ത് ടീമാണ്! നിയമം എഴുതി വെച്ചിരിക്കുന്നത് അത് പാലിക്കാനാണ്. അതിനൊരു ബോധം വേണം. ഓരോന്ന് വലിഞ്ഞു കയറി വരും ആളെ മെനക്കെടുത്താൻ വേണ്ടിട്ട്. എങ്ങനെ നന്നാവൊരു നാട്. സാറേ 4 മണിയാവരെ നിർത്തില്ലേ? ഇപ്പൊ 400 ആയില്ലേ? ഇനി 2 കുറവല്ലേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? സമ്മതിച്ചു സാറേ. എന്റെ സാറേ, നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ഒരു സ്ഥലത്ത് കുറ്റിയടിച്ചെന്ന് ചെക്ക് ചെയ്യാതെ ഒരു 1.5 മണിക്കൂർ കൂടുമ്പോ മാറി തിരിവിലും വളവിലൊക്കെ നിന്ന് ചെക്ക് ചെയ്യണം. ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ചെക്ക് ചെയ്താ പിടിക്കപ്പെട്ട ഒരുത്തണ്ടല്ലോ, അപ്പൊ മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും. അതാണ് കുടിയന്മാരൊക്കെ ബന്ധാണ് ഇവർക്ക്. അല്ല സാറേ, അതെന്താ വരണത്? അത് നമ്മളെ KKPP ജാഥയല്ലേ, മറ്റേ റാലി. അതെ. അന്ന് ഞാൻ കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് പോയാ നീ. സാറല്ലേ? ഒന്നും ഇടപെടാൻ നിൽക്കണ്ട. അല്ല സാറേ, ഇത് ഭരിക്കുന്നതിന്റെ ഘടകകക്ഷിയല്ലേ? അതെ. പിന്നെ ഇവര് ആർക്കെതിരെ സമരം ചെയ്യുന്നത്? അവരാർക്കെങ്കിലും സമരം ചെയ്തോട്ടെ, നമ്മളതൊന്നും അറിയണ്ട. അതെ, ഇപ്പൊ രാഷ്ട്രീയമൊക്കെ എല്ലാവർക്കും മടുക്കുന്നുല്ലേ? പണ്ടത്തെ പോലെ ഒന്നും ജാഥയിൽ ആളില്ല. ഇതെന്നെ കാശ് കൊടുത്ത് വരുത്തിയതാവും. സാറേ,
സാറേ ഇത് എന്താണ് സാറേ? റാലി അല്ല അത് മനസ്സിലായി. സാറിന് എന്നെ മനസ്സിലായ? ഞാൻ ഒരു ദിവസം സ്കൂട്ടറിൽ വരുന്ന സമയത്ത് നിങ്ങൾ കൈ കാണിച്ചിട്ട് ഞാൻ നിർത്താതെ പോയി എന്നും പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് 20,000 രൂപ ഫൈൻ അടിച്ചു തന്നു. പിന്നെ അത് അടിച്ചു തരില്ലേ? നിർത്താതെ പോയ ഫൈൻ ഉണ്ട്. എന്റെ ലൈസൻസ് നിങ്ങൾ കട്ട് ചെയ്ത്. കട്ട് ചെയ്യണം, ലൈസൻസ് കട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ കൈ കട്ടിയാൽ നിർത്തണ്ടോ? ആ അതൊക്കെ നിർത്തണം. പക്ഷെ എന്താ നിങ്ങൾ തന്നെ പ്രശ്നം എന്താ? അന്ന് കൈ കാണിച്ചില്ല. ഇപ്പൊ എന്താ വിഷയം? ഇപ്പൊ എന്റെ കാലം വണ്ടി അത് പോയതിനു ശേഷം ഇപ്പൊ എല്ലാം നടന്നിട്ടാണ് പോണത്. എല്ലാ കാര്യത്തിനും നടന്നിട്ടാണ് ഞാൻ പോണത്. ഇപ്പൊ നിയമം പാലിക്കണ്ട പക്ഷേ. സാറേ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ മാർഗമില്ല. എന്താണ്ടാ ഈ കാലും വെച്ചിട്ട് വലിച്ചിട്ട് വേണം പോവാന്. ഇപ്പൊ ആ റാലിയിൽ പോയ ആരെങ്കിലും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ സാറേ? അവരെന്താ നിങ്ങൾ പിടിക്കാത്തത്? അപ്പൊ അവർക്കൊക്കെ ഒരു നിയമം, ഞങ്ങളെ പോലുള്ള ആൾക്കാർക്കൊക്കെ വേറെ നിയമം. ഇത് എന്ത് ന്യായം സാറേ? ന്യായം മായം. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ്, മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്കിനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. മറിമായം.